തിരുഹൃദയത്തിന് സ്തുതി. ജൂൺ 7. ഈശോയുടെ ഹൃദയം അനന്ത സ്നേഹത്തിന്റെ പ്രതീകവും ആർദ്രമായ പ്രതിച്ഛായയും. ഈശോ സ്നേഹരാജാവാണ്. മനുഷ്യാവതാരമെടുത്ത പുത്രന്റെയും അവിടുത്തെ സ്നേഹത്തിന്റെയും ദൈവികവും മാനുഷികവുമായ സവിശേഷതകളുടെ ആഴത്തിലുള്ള അടയാളമാണ് അവിടുത്തെ മാംസള ഹൃദയം. ശരീരത്തിന്റെ മറ്റേതൊരു ഭാഗത്തേക്കാളും യേശുവിന്റെ ഹൃദയം അതിരുകളില്ലാത്ത അവിടുത്തെ സ്നേഹത്തിന്റെ സ്വാഭാവിക അടയാളവും പ്രതീകവുമാണ്. ബിലക്സിറ്റ്നോസ് നമ്പർ 48. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വെറും അവയവത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് ഈശോ എന്ന പൂർണ്ണ വ്യക്തിയോടുള്ള ആരാധനയാണ്. അവിടുത്തെ ഹൃദയത്തോടുള്ള നമ്മുടെ ആകർഷണം ഈശോയോടുള്ള വ്യക്തിബന്ധത്തിലേക്കും ഗാഠമായ സൗഹൃദത്തിലേക്കും സർവോപരി ആരാധനയിലേക്കും വളരുന്നതായിരിക്കണം. കലയെ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ആരാധകരും ആസ്വാദകരുമാകുന്നത് പോലെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തിരിഞ്ഞ് യഥാർത്ഥ ആരാധകരായി നാം മാറിയാൽ ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. സമകാലിക വെല്ലുവിളികൾക്കിടയിൽ തിരുഹൃദയ ഭക്തി പുനർജീവിപ്പിച്ചുകൊണ്ട് ഹൃദയമില്ലാത്തൊരു സമൂഹത്തിന് തിരുഹൃദയത്തിന്റെ സ്നേഹവും ആർദ്രതയും പകർന്നു നൽകുവാൻ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ 3-ാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാരായ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ക്രൈസ്തവ സന്ദേശം അതിന്റെ സമഗ്രതയിൽ അനുഭവിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏറെ ആകർഷകമാണ്. അത് കേവലം ഭക്തിപരമായ ചിന്തകളുടെ സങ്കേതമോ ആകർഷകമായ ആചാരാനുഷ്ഠാനങ്ങളുടെ അവസരമോ അല്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്ക് ആശ്വാസം നൽകുന്നതിനോ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ സഹായിക്കുന്നതിനോ താല്പര്യം കാണിക്കാതെ ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ സംതൃപ്തരാവുകയാണെങ്കിൽ നാം അവിടുത്തേക്ക് ഏതുതരം ആരാധനയായിരിക്കും നൽകുക? നാം ജീവിക്കുന്ന സമൂഹത്തിലെ പ്രത്യാഘാതങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ആത്മീയതയിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മെ അത്രയേറെ സ്നേഹിച്ച ഈശോയുടെ ഹൃദയത്തിന് അത് പ്രീതികരമാകുമോ? ബിലക്സിറ്റ്നോസ് 205. നമുക്ക് സത്യസന്ധരായിരിക്കാം. ക്രൈസ്തവർ എന്ന നിലയിൽ സാമൂഹിക ഉന്നമനത്തിനായിട്ടുള്ള നമ്മുടെ ദൈവിക പ്രേരണകളെയും പ്രവർത്തനങ്ങളെയും സജീവമാക്കാം. നമ്മിലൂടെ സഹോദരീ സഹോദരന്മാർക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നവ പ്രദാനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രേഷിതമാനം പ്രാവർത്തികമാക്കാം. പ്രാർത്ഥിക്കാം. ഇത്രയധികം ഞങ്ങളെ സ്നേഹിച്ച ഈശോയുടെ തിരുഹൃദയമേ, ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിന്റെ സംവാഹകരാകുവാൻ, സാക്ഷികളാകുവാൻ അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഓരോ ചെറിയ കാരുണ്യ പ്രവൃത്തിയിൽ പോലും അവിടുത്തെ ഹൃദയം പ്രതിഫലിപ്പിക്കുവാനും തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. ആമേൻ.